ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 4x4 റൂബിക്സ് ക്യൂബിൻ്റെ വീഡിയോ ആണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിത് ഓൾറെഡി ചെയ്ത് വെച്ചത് ഷഫിൾ ചെയ്യാം. നമുക്ക് നല്ലപോലെ ഷഫിൾ ചെയ്തിട്ട് വേണം നമുക്കിത് കളിക്കാൻ. അങ്ങനെ ഫുൾ ഷഫിൾ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മൾ 3x3 ചെയ്യുന്നത് എങ്ങനെയാണ്, യെല്ലോയുടെ ചുറ്റും ക്രോസ് വൈറ്റ് കൊണ്ടുവരുമല്ലേ. പക്ഷെ അതിന് മുന്നേ 4x4 വേറെ സ്റ്റെപ്പുണ്ട്, അത് ചെയ്തിട്ട് മറ്റേതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന 4 കട്ടയില്ലേ, ആ കട്ട ഫുള്ള് ഓരോ സൈഡിലും ഓരോ കളറായിട്ട് കൊണ്ടുവരിക. ആദ്യം വൈറ്റ് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നേരെ താഴെയായിരിക്കണം യെല്ലോ വരുന്നത്. കാരണം ഇതിൻ്റെ സെൻറ്റർ കളർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. നമ്മൾ ഊഹം വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ 3 ചെയ്യുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതി. എപ്പോഴും യെല്ലോയും വൈറ്റും ടോപ്പും ബോട്ടം അങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ യെല്ലോ നേരെ തിരിച്ചു പിടിക്കുമ്പോൾ യെല്ലോയുടെ ഇപ്പുറത്തെ ബ്ലൂവിൻ്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും, ബ്ലൂവിൻ്റെ റൈറ്റ് സൈഡ് റെഡ് ആയിരിക്കും, ബ്ലൂവിൻ്റെ നേരെ പുറകിൽ ഗ്രീൻ ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ കളർ പൊസിഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ യെല്ലോയും 4 സൈഡും ക്ലിയർ ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാ സൈഡും എല്ലാ കളറും ക്ലിയർ ചെയ്തെടുക്കുക. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാ കളറും സെറ്റായിട്ടുണ്ട്. ഇതിന് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇക്വേഷൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ശരിക്കും ഒരു ലോജിക്ക് വെച്ച് ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഈ സെൻറ്റർ പോർഷൻ ഫുള്ള് ക്ലിയർ ചെയ്ത ശേഷം നമ്മളിനി സൈഡ് പോർഷനാണ് നോക്കുന്നത്. ഞാനിപ്പോൾ നോക്കിയേക്കുന്ന കളർ യെല്ലോയും ഓറഞ്ചും അല്ലേ. അപ്പോൾ യെല്ലോ ഓറഞ്ച് നേരെ നിരയിൽ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ചെയ്യുമ്പം അത് 2 കളറും ഒരു സൈഡ് തന്നെ വരും. അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ സൈഡിലെ സെൻറ്റർ പോർഷൻ നമ്മളിങ്ങനെ ക്ലിയർ ചെയ്യണം. കണ്ടോ, ഒരുപോലെ വന്നില്ലേ. ഇനിയിപ്പം ഞാൻ എടുത്ത കളർ, ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പം പലയിടത്തായിരിക്കട്ടെ കിടക്കുന്നത്. ഇപ്പം ഞാൻ ബ്ലൂവും യെല്ലോയുമാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്ലൂ യെല്ലോയുടെ വേറൊരു കട്ട കിടക്കുന്ന വേറെ സ്ഥലത്തായിരിക്കും. അത് നമ്മൾ കറക്റ്റ് അതിൻ്റെ നേരെ ഇപ്പുറത്ത് തന്നെ കൊണ്ടുവരണം. അപ്പോൾ നോക്കുമ്പോൾ 2 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് തിരിച്ച് ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അത് അവിടെ തിരിച്ചിട്ട് താഴേക്ക് ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടിറക്കിയാലും കിട്ടും. കറക്റ്റ് കണ്ടോ, ഇങ്ങനെ കിട്ടി. അപ്പം നമ്മൾ ഈ സെയിം തൊട്ട് മുമ്പ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സൈഡിലുള്ള എല്ലാ സെൻറ്റർ പോർഷനും ഇങ്ങനെ സെയിം കളേഴ്സ് കൊണ്ടുവരിക. ഇത് പിന്നെ മറ്റേ പോകുമൊന്നുമില്ല കേട്ടോ, അവിടെ തന്നെ കാണും. പൊസിഷൻ മാറി കിടക്കുമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ 3x3 ചെയ്യുന്ന പോലെ തന്നെ യെല്ലോയുടെ ചുറ്റും വൈറ്റ് ക്രോസ് കൊണ്ടുവരിക. ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. യെല്ലോയുടെ ചുറ്റും ഇങ്ങനെ വൈറ്റ് കൊണ്ടുവന്നതിന് ശേഷം വൈറ്റിന് തൊട്ട് താഴെ കിടക്കുന്ന ഏത് കളറാണെന്ന് നോക്കുക. അതിന് സെൻറ്റർ കളറുമായിട്ട് മാച്ച് ചെയ്തിട്ട് നേരെ നമ്മൾ ടേൺ ചെയ്ത് 2 പ്രാവശ്യം തിരിച്ച് താഴേക്ക് ഇറക്കണം. ഈ യെല്ലോയുടെ തൊട്ട് താഴെ കിടക്കുന്ന വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇത് മാറ്റുന്നത്. അപ്പം വൈറ്റിൻ്റെ ക്രോസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ വൈറ്റിന് ചുറ്റുമുള്ള കളറ് സെറ്റ് ചെയ്യുകയാണ്. 3x3 ചെയ്യുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ ഇതിനകത്തെല്ലാം ചെയ്തേക്കുന്നത്. 4ലും 5ലും ഒക്കെ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ചില ഇക്വേഷൻസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വൈറ്റ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മളിനി യെല്ലോ പോർഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട യെല്ലോ ഇല്ലാത്ത കട്ട ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇത് ഓറഞ്ചും ബ്ലൂ അല്ലേ. അപ്പം ഓറഞ്ച് നമ്മൾ നമ്മുടെ സെൻറ്റർ പോർഷനുമായിട്ട് ക്ലിയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ബ്ലൂ എവിടെ കിടക്കുന്നത് നോക്കണം, നമ്മുടെ ഏത് സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ടോപ്പ് വരുന്ന കളർ ലെഫ്റ്റ് സൈഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളത് ക്ലിയർ ചെയ്തു. ഇനി നോക്കണം എവിടെയാണ് യെല്ലോ ഇല്ലാത്ത പോർഷൻ ഏതാണെന്ന് നോക്കണം. ഇതെല്ലാം അതിൻ്റെ മേളിൽ ടോപ്പിൽ യെല്ലോ ആയതുകൊണ്ട് പറ്റത്തില്ല. ഇത് ഗ്രീനും യെല്ലോ ആണ്, അതും പറ്റില്ല നമുക്ക് എടുക്കാൻ. അപ്പം യെല്ലോ ഇല്ലാത്തൊരു കളർ താഴെ കിടപ്പുണ്ട്. ഈ സെയിം ഇക്വേഷൻ നമ്മൾ 3x3 ചെയ്യുന്നതാണ്. ഈ താഴെ കളറിനെ നമ്മൾ ടോപ്പിൽ കൊണ്ടുപോകാൻ നമ്മൾ 3x3 ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. റൈറ്റ് സൈഡ് അപ്പ് ചെയ്യുക, പിന്നെ ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഇങ്ങനെ ചെയ്ത് വരുമ്പം ഒരു സൈഡിൽ വൈറ്റ് കാണും, പിന്നെ അതിനെ നേരെ താഴെ കിടക്കും. ഈ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ 3x3 ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ താഴെ ചെയ്ത അതേ സെയിം ഘട്ടം മേളിലേക്ക് വരും. അപ്പോൾ നമ്മൾ അത് തന്നെ നമ്മുടെ ഫേസ് വരുന്ന കളർ സെൻറ്റർ പോർഷൻ ആക്കുക. ടോപ്പ് വരുന്ന കളർ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കുക. റൈറ്റ് എങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത സെയിം ഇക്വേഷൻ, ലെഫ്റ്റാണ് വരുന്നതെങ്കിൽ ആ ഇക്വേഷൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ 3x3 ചെയ്യുന്ന പോലെ നമ്മൾ യെല്ലോ ക്രോസ് കൊണ്ടുവരണം. ഓക്കെ, അതിന് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഫ്രണ്ട് ഫേസ് റൈറ്റിലേക്ക്, റൈറ്റ് സൈഡ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ, ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് ഡൗൺ. ഈ ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എല്ലാം അവിടെ ക്രോസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയേ, യെല്ലോ നമുക്കിവിടെ ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് യെല്ലോ ഫുള്ള് അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ യെല്ലോയുടെ കോർണർ പോർഷൻസ് ഇല്ല, അവിടെ മൊത്തം നമുക്കിനി യെല്ലോ ആക്കി എടുക്കണം. അതിനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. റൈറ്റ് അപ്പ് ചെയ്യണം, ടോപ്പ് ലെഫ്റ്റ് ചെയ്യണം, റൈറ്റ് ഡൗൺ ചെയ്യണം, ടോപ്പ് ലെഫ്റ്റ് ചെയ്യണം, പിന്നെ റൈറ്റ് ഡൗൺ ചെയ്യണം, ടോപ്പ് 2 പ്രാവശ്യം ലെഫ്റ്റ് ചെയ്ത് താഴേക്ക് ഇറക്കണം. ഈ സ്റ്റെപ്പ് നമ്മൾ 3x3 ചെയ്യുന്നത് തന്നെ. അത് കൊടുത്ത് ഇവിടെ അങ്ങനെ ഫുള്ള് നമുക്ക് ടോപ്പിൽ യെല്ലോ ആക്കി എടുക്കാവുന്നതാണ്. 1-2 പ്രാവശ്യം ചെയ്താൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടും, ചിലത് 2-3 പ്രാവശ്യം ചെയ്താലൊക്കെ ചിലപ്പോൾ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം കണ്ടോ, നമുക്ക് ഫുള്ള് ടോപ്പിൽ ഫുള്ള് യെല്ലോ കിട്ടിയിട്ടുണ്ട്. താഴ്ഭാഗത്ത് അടിഭാഗത്ത് ഫുള്ള് വൈറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ മേളിൽ കാണുന്ന പോർഷനാണ് നമുക്കിനി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്കൊരു ബാറ് പോലെ കിട്ടുക, ഒരു കളർ ഫുള്ളായിട്ട് ലൈനിൽ കിട്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിനെ ബാക്കി പിടിച്ചുകൊണ്ട് ഈ കാണിച്ചേക്കുന്ന സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഹെഡ്ലൈറ്റ് ആണ് ഇവിടെ വേണ്ടത്. ഹെഡ്ലൈറ്റ് മീൻസ് വെച്ചാൽ കോർണറി കാണുന്ന 2 പീസ് സെയിം കളറിൽ വരുന്ന ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പം ഈ സെയിം പോലെ തന്നെ പിന്നെയും കിട്ടും. അപ്പോഴും നമ്മൾ ബാറ് വരുന്നതെങ്കിൽ അത് തിരിച്ച് പിടിച്ച് ഈ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് 4x4 സ്റ്റെപ്പാകട്ടെ, ഇത് 3x3 ഇല്ലാത്ത സ്റ്റെപ്പാകട്ടോ. ഇനി അത് പിന്നെയും അങ്ങോട്ടേക്ക് തിരിച്ച് നമ്മൾ താഴേക്ക് 2 ടൈംസ് താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ആ ബാർ പോർഷൻ മാറി ഹെഡ്ലൈറ്റ് വന്നിട്ടില്ല. ഹെഡ്ലൈറ്റ് ഇല്ലാത്ത കേസിലും ഹെഡ്ലൈറ്റ് ഉള്ള കേസിലും നമ്മൾ ഈ സെയിം സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൊടുത്തേക്കുന്ന സ്റ്റെപ്പാണ്. ഹെഡ്ലൈറ്റ് അതായത് കോർണർ പോർഷൻ 2 കളർ സെയിം ആയിട്ട് വരുന്നതാണ് ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ. ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ കളേഴ്സ് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ബാക്കിൽ പിടിച്ചുകൊണ്ട് ഈ കൊടുത്തേക്കുന്ന സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡോ അല്ലെങ്കിൽ ഫുള്ളോ ഹെഡ്ലൈറ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു സൈഡ് ബാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഹെഡ്ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. കോർണറിൽ 2 കളർ സെയിം ആയിട്ട്, ബാക്കിയൊന്നും നമുക്ക് ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടില്ല, ആകെ ഒരെണ്ണം കിട്ടിയില്ല. അപ്പോൾ ഈ കിട്ടിയ ഹെഡ്ലൈറ്റ് നമ്മൾ ബാക്കിൽ പിടിക്കണം. അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ഈ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഹെഡ്ലൈറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്നുകിൽ എല്ലാ സൈഡും ഹെഡ്ലൈറ്റ് കിട്ടും, അല്ലെങ്കിൽ 3 സൈഡ് ഹെഡ്ലൈറ്റ് കിട്ടും, ഒരു സൈഡ് മാത്രം ബാർ നേരെ ഫുൾ കളറായിട്ട് കിട്ടും. അങ്ങനത്തെ ഓപ്ഷൻസും വരും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കുക, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുള്ള് 3 സൈഡ് ഹെഡ്ലൈറ്റും കിട്ടി, ഒരു സൈഡ് ബാറാണ് കിട്ടിയത്. ആ ബാറ് കിട്ടുമ്പോൾ നമ്മൾ ബാർ എപ്പോഴും ബാക്ക് സൈഡിൽ പിടിച്ചിട്ട് ഫസ്റ്റ് ഇതിന് മുമ്പ് ചെയ്ത സ്റ്റെപ്പ് വേണം ഇവിടെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ബാറ് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ബാറ് ബാക്കിൽ പിടിക്കും, നമ്മുടെ നേരെ ബാക്കിൽ പിടിച്ചിട്ട് ഇതിന് മുമ്പ് കാണിച്ച സ്റ്റെപ്പ് വേണം അവിടെ ചെയ്ത് കൊടുക്കാൻ. ചിലപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുൾ കട്ട സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെയും ചിലപ്പം അങ്ങനെ തിരിച്ച് പിന്നെയും തന്നെ വരും. അങ്ങനെ വരുമ്പം സെയിം നമ്മളിപ്പോൾ ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ ബാർ ബാക്കി പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഇങ്ങനെ 1-2 പ്രാവശ്യം ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ശരിയാകും, ചിലപ്പം വേറെയും പോസിബിലിറ്റീസ് അവിടെ കാണിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, എനിക്ക് ഫുൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.